ഞാനൊക്കെ എക്സാമിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് വരാതിരുന്നത്. ഇപ്പം എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹാപ്പിനെസ്സിലാണ് ഞാനുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രമാത്രം ഹാപ്പിനെസ് ഉണ്ടാവാൻ എന്താണ് കാരണം? അപ്പോൾ ലൈഫിൽ നിങ്ങളോട് പറയാൻ പറ്റില്ല, ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഒക്കെ വരുമ്പോൾ ഞാൻ റീലാക്കാറുണ്ട്. അപ്പം ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുക. അപ്പം നമ്മുടെ ലൈഫിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലൈഫിൽ നമുക്ക് നിരാശ വരും, സങ്കടങ്ങൾ വരും, സന്തോഷങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. അതിലൊന്നും തളർന്നു പോവാതെ ദൃഢനിശ്ചയത്തോടു കൂടി ധൈര്യത്തോടു കൂടി അതിനെ നേരിടുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ്സുകളെ ഒരിക്കലും മനസ്സിലേക്ക് കയറ്റാണ്ടിരിക്കുക. നമ്മൾ ദൈവത്തിനോട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മൾ പറയുക, അപേക്ഷിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫലമുണ്ടാവും. ഇപ്പോൾ എൻ്റെ ജീവിതം എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വളരെ അത്ഭുതങ്ങളാണ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ആ അത്ഭുതങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവട്ടെ. നിരന്തരമായുള്ള പ്രാർത്ഥനയും നമ്മൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, ശല്യമുണ്ടാക്കാതെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തുക, നിരാശപ്പെടാതിരിക്കുക. നമുക്ക് കിട്ടാത്തതിനെ ഓർത്താണ് പലപ്പോഴും നമ്മൾ നിരാശപ്പെടുക, നമ്മൾ ജീവിതത്തിൽ നമ്മൾ പിന്നോട്ട് പോകുന്നത്. കിട്ടിയതിൽ നമ്മൾ സംതൃപ്തരാകുക, കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കുക, ദൈവത്തിനോട് നമ്മളുടെ സങ്കടങ്ങൾ പറയുക. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കും. നമുക്ക് വേണ്ടിയിട്ട് മനുഷ്യനേക്കാൾ കഴിയാത്തത് പലതും ദൈവത്തിന് നമുക്ക് സാധിച്ചു തരാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തായാലും വലിയ പ്രവാചകയായിട്ട് ഏറ്റെടുത്തതല്ല, എനിക്കിത് പറയണം എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥന എൻ്റെ ഫ്രണ്ട്സിനും ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നിലും ഉണ്ടായിരിക്കട്ടെ. അപ്പം എല്ലാവരും സന്തോഷവും സമാധാനത്തോടു കൂടിയും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓക്കെ ഓൾ, താങ്ക് യു.